ഇടത്തിലേക്ക് സ്വാഗതം വരുന്നതാണ്. പിന്നെ ഞാനൊരു പലഹാരം ഉണ്ടാക്കാൻ പോയ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ്. ഒരു മുട്ട ഇല്ലാത്തൊരു മുട്ടയപ്പം ഉണ്ടാക്കുന്നത് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഒന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പം കുറേ ഇങ്ങനെ എല്ലാവരും ചെയ്യണം എന്നാൽ ധൈര്യം വരുന്നുണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ ഉണ്ടാക്കി ശീലമില്ലാത്തോണ്ടേ. അപ്പൊ ഈ ഗ്ലാസ്സിന് ഒരൊറ്റ ഗ്ലാസ് പച്ചരി ഞങ്ങൾക്ക് മതി. അപ്പം അത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടതാണ്. അത് നല്ലോണം കഴുകി വെള്ളത്തിലിട്ടതാണ് കേട്ടോ. അപ്പൊ നല്ലോണം അത് വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അരിപ്പ പാത്രത്തേക്ക് വെച്ചേക്കുകയാണ് കേട്ടോ. അത് വെള്ളം മുഴുവൻ ശരിക്കും പോയി കഴിയട്ടെ. എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. വെള്ളം വാലാൻ വെച്ച അരി ഉണ്ടല്ലോ, നല്ലോണം വെള്ളം പോകണം കേട്ടോ. എന്നിട്ട് അത് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം വെള്ളം കളഞ്ഞതിന് ശേഷം കേട്ടോ. അതിന്റെ നേർപ്പകുതിയോടെ എനിക്ക് ഒറ്റ ജാറിൻ്റെ ഉള്ളൂ. നിങ്ങൾക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ രണ്ടായിട്ട് അരച്ചെടുക്കണം, ഒരുമിച്ച് ഇടണ്ട. അപ്പൊ അതിലേക്ക് അതിൻ്റെ ഒരു കാൽ ഭാഗത്തിൽ കൂടുതലായിട്ടുള്ള ചോറ് കേട്ടോ. ആ അരിയെക്കാട്ടിലും ഒരു കാൽ ഭാഗത്തിൽ കൂടുതലായിട്ടുള്ള ചോറ്, അത് അര വേണ്ടതാണ് കേട്ടോ. അത്രയ്ക്ക് ചോറ്. ആ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, എനിക്കിപ്പോൾ ഒരു ആവശ്യം ഉണ്ടാവുമല്ലോ, അത്രയും ഒരു ഉപ്പ് കേട്ടോ. അപ്പൊ ഈ ഗ്ലാസ്സിന് ഒരു അര ഗ്ലാസ് വെള്ളാട്ടോ ഒഴിച്ചു കൊടുക്കണേ. അര വേണ്ട, ഇതിൽ നമ്മളതിന്റെ കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. വേണമെങ്കിൽ നമുക്ക് കൂട്ടാട്ടോ പിന്നെയും. അല്ലാതെ ഒരുമിച്ച് വെള്ളമാണ് ഇറാൻ പാടില്ലാത്തത്. അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം വെള്ളം കൂട്ടി കൊടുത്താൽ മതി. അപ്പൊ അത് നല്ല നൈസായിട്ട് ഇവിടെ അരച്ചെടുക്കട്ടെ കേട്ടോ. അരച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിക്ക് അരച്ചു കൊണ്ടുവന്നത്. അതാ അങ്ങനെ നല്ല വെള്ളം കൊണ്ട് കൊണ്ടുവന്ന് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കാം. ഈ ഒരു പാകത്തിനാണ് ഇതിങ്ങനെ അരച്ചെടുത്തിരിക്കണേ. ഇതിൽ വെള്ളത്തിന്റെ അളവാ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും പറഞ്ഞിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ട് ഇരിക്കണേ ഞാൻ വിചാരിക്കുന്നു. എനിക്ക് എത്രയാ വെള്ളം വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഇതേപോലെ ഒരു ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് വെള്ളമായി കേട്ടോ. ഞാൻ അര ഗ്ലാസ് എടുത്തിട്ടാണല്ലോ അരയ്ക്കാൻ നിന്നത്. ഇതേപോലത്തെ ഒരു ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് വെള്ളമായി. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ അതിലൊരു അളന്ന പാത്രത്തിന് ഒരു അരപ്പാത്രം ഉണ്ടാവും. അര ഇല്ലെങ്കിലും അത്രയും ഉണ്ടാവും. നോക്കി നോക്കി ഒഴിച്ചാൽ മതി കുറേശ്ശെ. ഇതാണ് മാവിന്റെ ഒരു പരുവം കേട്ടോ. എന്താ അതിങ്ങനെ ആവണുണ്ട്. നമുക്ക് ഉണ്ടാക്കി നോക്കുക എന്തായാലും. വെച്ചു, ഞാനൊരു അപ്പച്ചട്ടി വെച്ചു. എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വേണ്ട. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം കേട്ടോ. സൺഫ്ലവർ ഓയിൽ എൻ്റെ അടുത്ത് ഇല്ല. സൺഫ്ലവർ ഓയിലൊക്കെ എല്ലാവരും ഉണ്ടാക്കണമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം കേട്ടോ. അതിൻ്റെ നടുക്കോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. സക്സസ് മക്കളെ, സക്സസ്. ഞാൻ മിണ്ടാറെ നിന്നിങ്ങനെ ഉണ്ടാക്കുകയാണ്. ഭയങ്കര സന്തോഷം. ഞാനിപ്പോൾ അതിൻ്റെ ആദ്യമൊക്കെ ഉണ്ടാക്കിയതൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. കണ്ടോ?
ആദ്യത്തെ ഒന്ന് കട്ടി കൂടിപ്പോയി. ഇതൊക്കെ ശരിയായില്ല. ഇതൊക്കെ നമുക്ക് കഴിക്കാം, പക്ഷെ കുറച്ച് കട്ടിയിലൊക്കെയാണ്. അപ്പൊ എനിക്ക് ഉണ്ടാക്കിയപ്പോ സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചല്ലേ മാവ് എടുത്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാല് ഇത് കേടുകയാണെങ്കിൽ ഇത് കേടരട്ടെ, ആദ്യമായിട്ടൊരു സംഗതി ഉണ്ടാക്കി നോക്കുകയാണല്ലോ വെച്ചിട്ടുണ്ടാക്കുക നോക്ക്. അപ്പൊ പിന്നീട് അതിന്റെ ചൂടിന്റെ അളവിലാണ് ഇപ്പൊ ഇത് ഇരിക്കുന്നത് ഉണ്ടോ. അതായത് ഞാൻ കുറച്ച് നല്ല ചൂടിലാണ് വെച്ചിരുന്നത്. അപ്പൊ ആ ചൂട് അങ്ങോട്ട് കുറച്ച് സിമ്മിലാക്കിയപ്പോഴാണ് ഇത് വൃത്തിക്ക് ആവാൻ തുടങ്ങിയത്. ഏകദേശം 1 മിനിറ്റ് അത് ഒഴിച്ചിട്ട് പൊങ്ങി വരാനാവുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നമ്മുടെ ക്യാമറയിൽ ഈ ടൈം കാണിക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഈ സമയം മനസ്സിലാവും കേട്ടോ. ഞാൻ ഓരോരുത്തരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒക്കെ അത്ര ബുദ്ധിയില്ലാതെ ആലോചിച്ചിരുന്നു എങ്ങനെയാണ് ഇവർക്ക് ഈ ടൈം ഇത്ര പെർഫെക്റ്റ് ഇങ്ങനെ നോക്കുന്നുണ്ടായിരിക്കാന്ന്. അപ്പൊ ഇപ്പൊ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വീഡിയോയിലേക്ക് നോക്കുകയാണല്ലോ. അപ്പം 1 മിനിറ്റ് ഏകദേശം ആവുന്നുണ്ട് ഇതിങ്ങോട്ട് പൊള്ളച്ച് വരാനും അവിടുന്ന് ഇതാവാനൊക്കെ. അപ്പോൾ പക്ഷെ നോക്ക് നല്ല പൊള്ളച്ച് അടിപൊളിയായിട്ട് വന്നേക്കുക. അത് നിങ്ങൾ എന്താ നമ്മുടെ സന്തോഷം എന്ന് പറയാം നമ്മൾ ചെയ്തൊരു സംഗതി വിജയിക്കുമ്പോൾ. ഇതിപ്പോ ഒരു 4-5 എണ്ണമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ, കുറഞ്ഞ മാവുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടേ, എന്നാലും സംഗതി വിജയിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ടേ എന്തായാലും അവസാനം അത് വിജയിച്ച പോലെ ആവുമ്പോൾ ഉള്ളൊരു സന്തോഷം എത്ര അറിയും. നമ്മളൊരു കാര്യം രാവിലെ തന്നെ ഇത് ചെയ്യല്ലേ. ഏട്ടന് കുളിക്കാനൊക്കെ പോയതായിരുന്നേ. അപ്പൊ അതാണ് ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ വീഡിയോ എടുത്തതാണ്. അതൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണേ. അപ്പൊ ഇത് ഞാനിപ്പോ കോരിയിട്ട് ഇനി അടുത്തതൊന്ന് ഒഴിച്ച് കാണിച്ചു തരാം. എനിക്ക് മക്കളെ സന്തോഷം എന്നൊക്കെ പറഞ്ഞാല് നമ്മള് രാവിലെ തന്നെ ഒരു സംഗതിക്ക് ഇറങ്ങിയിട്ടേ ഫ്ലോപ്പ് ആയല്ലോ എന്ന് വിചാരിച്ചു. ഞാനിനി കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചൊഴിച്ചിട്ട് നീർദോശക്ക് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്. നീർദോശ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്. ഇതിന്റെ ബാലൻസ് മാവ് കൊണ്ടേ ഒന്നും കളയൊന്നും വേണ്ടല്ലോ മാവ് എന്തായാലും. അതുകൊണ്ട് കുറച്ച് വെള്ളം നീട്ടിയിട്ട് നീർദോശ ഉണ്ടാക്കാം, എന്നിട്ട് മുട്ടക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ച്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഒന്ന് ഒഴിച്ചപ്പോ അങ്ങോട്ട് റെഡി ആയിട്ട് വരുന്നേ. അടിച്ചു മോനെ ഇന്നസെന്റ് പറയണ പോലെ. പണ്ട് പിള്ളേര് തീ കൊടുത്ത് വിട്ടിരുന്ന ബോട്ട് ഇങ്ങനെ പോണ മാതിരിയാണ്. ഏറ്റവും ചെറിയ തീ മതി. ചെറിയ തീയിലാണ് അത് അത്രയും പെർഫെക്റ്റ് ആവുക. അപ്പൊ ഇതാ ഇങ്ങനെ ആയതുകൊണ്ട് ഇത് വേവേണ്ടത് കൊണ്ട് കുറച്ച് നല്ല തീ വേണം. നമ്മൾ ആദ്യമേ ഉദ്ദേശിച്ചു പോയിട്ടുണ്ടെങ്കിൽ പാടും. നമ്മൾ നല്ലോണം ഒന്ന് ചൂടായ ചട്ടി അപ്പം നേരെ സിമ്മിലേക്ക് ഇട്ടിട്ട് തീ കുറച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോഴേ ഇത് പെർഫെക്ഷനോടെ പൊങ്ങി വരുള്ളൂ. എനിക്ക് ആദ്യത്തെ 4 പാളി കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായാലും കേടുന്നല്ലോ, എന്നാൽ അതുമ്മലൊന്ന് കുതിര കളിക്കാൻ വിചാരിച്ചിട്ടാണ് ചെയ്ത് നോക്കിയത്. അപ്പം റെഡി ആയി.
എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റ് അരി അരച്ച് രാത്രിയിൽ ഇങ്ങനെ ഇത് ഉണ്ടാക്കാനൊക്കെ പ്ലാൻ ചെയ്ത് പരീക്ഷിക്കാനൊക്കെ പ്ലാൻ ചെയ്ത് മനസ്സിൽ, എന്നിട്ട് ഇത് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടേ രാവിലെ നീറ്റ് വരുമ്പോൾ ഇത് എന്താവുന്നൊക്കെയാണ് ചെയ്തപ്പോ തന്നെ അവിടെ ഫ്ലോപ്പ് ആയല്ലോ, ശരിയാവണമെന്നില്ല. അപ്പൊ ഒരു പ്രയാസമായി പോയി. എന്തെങ്കിലും ആവട്ടെ, കേടിരുന്ന അതിൽ ഒരു ഗ്ലാസ് മാവല്ലേ എന്നോർത്ത് ചെയ്യാം. നമുക്ക് സങ്കടമാണല്ലോ ഒരു ഗ്ലാസ് മാവാണേലും പോയാല്. പിന്നെ ഇത് ഇങ്ങോട്ട് വിജയിച്ച് കാണുമ്പോൾ ഒരു സന്തോഷം, അത് ഇങ്ങനെ ചെയ്ത് നോക്കണവർക്ക് മനസ്സിലാവും. എനിക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പൊ ശരിയായിട്ടേ. കണ്ടപ്പോ ഞാന് സ്ഥാനക്കയറ്റം കൊടുത്തു. അതിന് നല്ല പാത്രത്തിക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഉണ്ടായ സന്തോഷത്തിലേ. 2, 4, 6, 2, 4, 6, 8 എണ്ണം ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾക്ക് 3 പേർക്കും 2, 3 ഒക്കെ വെച്ച് തിന്നാം. പിന്നെ കേടുന്നത് അതും കാണിച്ചു തരാം. ഇത്ര എണ്ണം കേടുന്നു പോയി കേട്ടോ. ഇത്ര എണ്ണം കേടുന്നു പോയി. 2, 4, 5. ഒന്ന് പിന്നെ ലാസ്റ്റത്തെ മാവ് ഒഴിച്ചതാണ്. പിന്നെ ബാക്കി 4 എണ്ണം ഉണ്ടാക്കിയപ്പോൾ നാശമായതാട്ടോ. ഇന്നാലും ഇനി നാശാവാതെ ഉണ്ടാക്കാനുള്ള വിദ്യ പഠിച്ചല്ലോ. ഏട്ടന് ഞാൻ ചായ ഇട്ട് കൊടുക്കുകയാണ്. ഏട്ടന് നേരം പോയി. അപ്പോൾ 2 മുട്ട ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മുറിച്ചൊക്കെ ഇട്ടൊരു കറിയൊക്കെ വെച്ച് പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പെട്ടെന്ന്. ഇത് കുറേ ഫ്ലോപ്പ് ആയതുകൊണ്ട് പിന്നെ കുറച്ച് സമയം എനിക്ക് ഇന്ന് ഓവറായിട്ട് പോയി. ഇന്ന് എൻ്റെ സിങ്കിൽ പാത്രങ്ങളും അതും ഇതൊക്കെ അവിടെ കിടക്കുകയാണ്. പക്ഷേ ഇനി എനിക്ക് പണിയില്ലേ ഇവർ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഏട്ടന് കൊടുക്കുകയാണ്. രസമല്ലേ കഴിക്കാൻ? രുചിയുള്ള സാധനമല്ലേ? നമ്മൾ പൊരിച്ച പത്തിരീനെ പോലത്തേക്ക് ഒരു ടേസ്റ്റ് അല്ലേ? എൻ്റെ ഒരു നേക്ക് പഠിച്ചാൽ മതി അത് ഒഴിക്കണേ. സാധനം ഇത് കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാനിത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഇങ്ങനെ പൊട്ടിച്ച് കാണിച്ചു തരണ്ടേ, അപ്പം അത് വിട്ടുപോയല്ലോ. അത് വേഗം എടുക്കുകയാണ് കേട്ടോ. കണ്ടോ അതിൻ്റെ ഉള്ളിൽ നല്ല ഉണ്ടോ ആരൊക്കെ വന്ന്. എന്ത് വേണം, നല്ല വൃത്തിയായിട്ടുണ്ട്, നല്ല അടിപൊളിയായി. അപ്പം സക്സസ് ആയ റെസിപ്പിയാണ്. നല്ല രുചിയുണ്ട്. പൂരിയൊക്കെ കഴിക്കണ പോലുണ്ട്. പൊരിയോടൊക്കെ അരിപ്പൊടി കൊണ്ടുള്ള ഒരു പൂരി. വീഡിയോയിൽ വേണ്ടി കാണാട്ടോ. ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. കണ്ണനെയും കൂടെ വിളിച്ച് ചായ കുടിക്കാൻ പോവാണ്. കൊച്ചു കിടന്നിട്ടുണ്ട്, എന്നാലും വിളിച്ചെഴുന്നേപ്പിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.